ഇന്ന് മിഡ് പോയിന്റ് തിയറം എന്താണെന്നുള്ളത് നോക്കാം. അതുപോലെ എക്സസൈസ് 8.1 എല്ലാ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിയറംസ് 8.8 വരെയുള്ള എല്ലാ തിയറംസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായ മെത്തേഡിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് മിഡ് പോയിന്റ് തിയറം എന്താണെന്നുള്ളത് നോക്കാം. The line segment joining the midpoints of any two sides of a triangle is parallel to the third side and equal to half of it. ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. എ ബി സിന്റെ രണ്ട് സൈഡ് എ ബിയും എ സിയും അതിന്റെ മിഡ് പോയിന്റിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈന് തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കണം, അതുപോലെ തേർഡ് സൈഡിന് ഹാഫ് ആയിരിക്കണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ ബിന്റെ മിഡ് പോയിന്റ് ഡി, എ സിന്റെ മിഡ് പോയിന്റ് ഇ. ഇതിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. ഈ ലൈൻ അതായത് DE പാരലൽ ടു ബി സി എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ DE ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ഇവിടെ ആദ്യം എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് എഴുതാം. ഗിവൺ ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളിൽ ഡി ആൻഡ് ഇ ആർ midpoints of sides AB and AC respectively. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് DE പാരലൽ ടു BC, DE ഈക്വൽ ടു ഹാഫ് ഓഫ് BC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫില് നമുക്കിവിടെ DE പാരലൽ ടു BC ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ DE പാരലൽ ടു BC ആണ്. ഇതൊരു പാരലോഗ്രാം ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പം എന്ത് പറയാം? DE പാരലൽ ടു BC ആണെന്ന് പറയാം. അതിനുവേണ്ടി നമ്മളിവിടെ കൺസ്ട്രക്ഷൻ CF പാരലൽ ടു AB, ABക്ക് പാരലായിട്ട് സിയിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ആ ലൈന് DE F എന്ന പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്നുള്ളത് നോക്കാം. കൺസ്ട്രക്ഷൻ ഡ്രോ CF parallel to AB meeting DE produced to F. DE produced to F. അപ്പൊ F എന്ന പോയിന്റിൽ DE മീറ്റ് ചെയ്യും. D എന്നുള്ള ലൈന് Fല് മീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതൊരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് AD യും CF ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് AD CFന് ഈക്വൽ ആവുമ്പോൾ ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് എന്നല്ലേ AD DBക്ക് ഈക്വൽ ആണ്. അങ്ങനെ അപ്പൊ ഈ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ആവും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ട്രയാങ്കിളിനെ കോൺട്രന്റ് നമുക്ക് ആദ്യം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡിയ ഉണ്ടാവും. നമുക്ക് ഇത് ഒരു പാരലോഗ്രാം ആയിട്ട് കിട്ടണം. പാരലോഗ്രാം ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു പാരലൽ സൈഡ്സ് ഈക്വലും ആവണം, അതുപോലെ പാരലും ആയിരിക്കണം. ഏതെങ്കിലും ഒരു സൈഡ് പാരലും ആയിരിക്കണം, ഈക്വലും ആയിരിക്കണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണ് പ്രൂവ് ചെയ്യുക. കോൺട്രന്റ് ആണ് പ്രൂവ് ചെയ്യുമ്പോൾ AD ഇതിന് ഈക്വൽ ആണ്. AD ഏതിന് ഈക്വൽ ആണ്? DBക്ക് ഈക്വൽ ആണ്. അപ്പൊ DB FCക്ക് ഈക്വലും ആവും, പാരലും ആവും. അങ്ങനെയാണ് നമുക്ക് ഇതൊരു പാരലോഗ്രാം ആയിട്ട് കിട്ടുക. അതിനു വേണ്ടി ആദ്യം നമ്മൾ ഇൻ ട്രയാങ്കിൾ AED ആൻഡ് CEF ഈ രണ്ട് ട്രയാങ്കിളിലും ഏതൊക്കെ നമുക്കറിയാം? AE ഈക്വൽ ടു EC ആണ്. അപ്പൊ അതിന്റെ റീസൺ നിങ്ങൾ എന്താന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതുക. AE ഈക്വൽ ടു EC എന്താണ് റീസൺ? E is the midpoint of AC. E is the midpoint. എല്ലാത്തിന്റെ റീസൺ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് ബ്രാക്കറ്റിൽ എഴുതണം. E is the midpoint of AC ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? AE ഈക്വൽ ടു EC. ഇത് നമ്മൾ എപ്പോഴും അറിയുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. എങ്ങനെ പറയാം? ആംഗിൾ AED ഈക്വൽ ടു ആംഗിൾ CEF. ആംഗിൾ AED നമുക്ക് ഏത് ആംഗിൾ ആണോ വേണ്ടത് അതിപ്പോ നമ്മൾ നടുവിലാക്കി പറയും അല്ലെ. ഇവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ AED ഈക്വൽ ടു ആംഗിൾ CEF. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ എഴുതി. ഇനി നമുക്ക് അറിയാം ഏതൊക്കെയാണ് ഇത്. CF നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചെയ്ത്? ABക്ക് പാരലൽ ആയിട്ടാണ് CF പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് പാരലൽ ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ
ഈ ആംഗിളും ഈക്വൽ ആയി. അപ്പൊ അത്രയും ഓർമ്മിക്കണം. ബൈ കൺസ്ട്രക്ഷൻ ആണ് അത്. സി എഫ് പാരലൽ ടു എ ബി, നമ്മൾ അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ആ രണ്ട് പാരലൽ ലൈനും ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അടുത്ത ആംഗിൾ നമുക്ക് അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? ആംഗിൾ ഡി എ ഇ ഈക്വൽ ടു ആംഗിൾ എഫ് സി ഇ. അപ്പൊ ഇതിന്റെ റീസൺ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി ബൈ കൺസ്ട്രക്ഷൻ. മനസ്സിലാവണമെങ്കിൽ അവിടെ ബൈ കൺസ്ട്രക്ഷൻ എഴുതിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. സി എഫ് പാരലൽ ടു എ ബി ആണ്. വേണമെങ്കിൽ മനസ്സിലാവാം, സി എഫ് പാരലൽ ടു എ ബി ആൻഡ് എ സി ആണ് അവിടെ ട്രാൻസ്വേഴ്സൽ. എ സി ട്രാൻസ്വേഴ്സലും ആയതുകൊണ്ട് എന്ത് കിട്ടി നമുക്ക്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി കിട്ടി. ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ആംഗിൾ സൈഡ് ആംഗിൾ. അപ്പോൾ എ എസ് എ കോൺഗ്രുവൻസി റൂൾ. അപ്പൊ അതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് എഴുതുക. ട്രയാങ്കിൾ എ ഇ ഡി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി ഇ എഫ് ബൈ എ എസ് എ കോൺഗ്രുവൻസി റൂൾ. അത് കറക്റ്റ് ആയിട്ട് എഴുതണം എന്താന്നുള്ളത് റീസൺ. അപ്പൊ എ എസ് എ കോൺഗ്രുവൻസി റൂൾ, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയാൽ നമുക്ക് എന്ത് പറയാം? എ ഡി ഈക്വൽ ടു സി എഫ് ബൈ സി പി സി ഡി. അടുത്ത സ്റ്റെപ്പ് therefore എ ഡി ഈക്വൽ ടു സി എഫ് ബൈ സി പി സി ടി. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയി. ഇനി നമുക്ക് അത്രയും കിട്ടിയില്ലേ? എ ഡി ഈക്വൽ ടു സി എഫ് ആണ് കിട്ടിയിട്ടുള്ളത്. എ ഡി ഈക്വൽ ടു സി എഫ്. എ ഡി ഏതിന് ഈക്വൽ ആണ്? എ ഡി ഈക്വൽ ടു ഡി ബി. അതിന്റെ റീസൺ എന്താണ്? ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയി. എ ഡി ഈക്വൽ ടു ഡി ബി. ഇപ്പൊ ഇത് രണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ എ ഡി ഈക്വൽ ടു സി എഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? സി പി സി ടി. എ ഡി ഈക്വൽ ടു ഡി ബി, ഡി ഈസ് ദ മിഡ് പോയിന്റ്. അപ്പൊ ഇതിൽ രണ്ടിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സി എഫ് ഈക്വൽ ടു ഡി ബി. സി എഫ് ഡി ബിക്ക് ഈക്വൽ ആയി. ഈക്വലും ആണ്, എന്താണ്? പാരലും ആണ്. എ ബി സി എഫിന് പാരൽ ആണെങ്കിൽ ഡി ബിക്കും പാരൽ ആയിരിക്കും. ഇവിടെ നമുക്ക് എഴുതാം ഡി ബി പാരലൽ ടു സി എഫും കൂടിയാണ്. therefore ഡി ബി സി എഫ് ഈസ് എ പാരലോഗ്രാം. ഇത്രയും കിട്ടി. നമുക്കിപ്പോ ഇത് പാരലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. പാരലോഗ്രാം ആണെങ്കിൽ എന്താണ്? ഡി എഫ് പാരലൽ ടു ബി സി ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പറയാം ഡി എഫ് പാരലൽ ടു ബി സി. therefore ഡി എഫ് പാരലൽ ടു ബി സി. ഡി എഫ് ബി സിക്ക് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഡി പാരലൽ ടു ബി സി ആയി. അപ്പൊ ആദ്യത്തെ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഡി പാരലൽ ടു ബി സി കിട്ടി. ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഡി എഫ് പാരലൽ ടു ബി സിയും ആയിരിക്കും, ഡി എഫ് ഈക്വൽ ടു ബി സിയും ആയിരിക്കും. അതൊരു പാരലോഗ്രാം ആണെങ്കിൽ ഡി എഫ് ഈക്വൽ ടു ബി സി ആണ്. ഡി എഫ് ഈക്വൽ ടു ബി സി. ഡി എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഡി ഇ പ്ലസ് എഫ് ഇ അല്ലെങ്കിൽ ഇ എഫ്, അതാണ് ബി സി. അപ്പോ ഇവിടെ ഡി ഇ പ്ലസ് എഫ് ഇ, ഡി ഏതിന് ഈക്വൽ ആയിരിക്കും? ഡി ഇ. അതായത് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ ഡി ഇ ഈക്വൽ ടു ഇ എഫ് ആണോ? അപ്പൊ രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 2 times ഡി ഇ ഈക്വൽ ടു ബി സി. therefore ബി സി, അതായത് ഡി ഇ ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി. നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഡി ഇ ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി. ഇവിടെ നമ്മൾ പാരലാന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതാണ് ഓർമ്മിക്കേണ്ടത്. അതായത് ഡി ബി സി എഫ് ഒരു പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ സൈഡ്സ് പാരലും ആയിരിക്കും, ഈക്വലും ആയിരിക്കും. ഡി എഫ് പാരലൽ ടു ബി സി ആണ്. ഡി എഫ് പാരലൽ ടു ബി സി ആണെങ്കിൽ ഡി ഇ പാരലൽ ടു ബി സി അത് നമ്മൾ പ്രൂവ് ചെയ്യും. അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡി ഇ ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഡി എഫ് പാരലൽ ടു ബി സി പാരലോഗ്രാമാവും ഡി എഫ് ഈക്വൽ ടു ബി സി. ഡി എഫ് ഈക്വൽ ടു ബി സി എഴുതി കഴിഞ്ഞാൽ ഡി എഫ് എന്ന് പറയുന്നത് ഡി ഇ പ്ലസ് ഇ എഫ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ സൈഡ്സ് ഡി ഇ ഈക്വൽ ടു ഇ എഫ് ആണ്. അതുപോലെ എ ഡി ഈക്വൽ ടു എഫ് സി യു ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഡി ഇ പ്ലസ് ഡി ഇ അതെന്തായി 2D ഈക്വൽ ടു ബി സി. therefore ഡി ഇ ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി. കുറച്ച് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി എളുപ്പമുള്ള ഒരു തിയറാണ്. അപ്പൊ ഓർമ്മിക്കേണ്ടത് നമ്മൾ പാരലൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അതൊരു പാരലോഗ്രാം ആണെന്ന് ആദ്യം
ഇതിൽ എത്തിക്കണം പാരലോഗ്രാമ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അത് പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സൈഡ്സ് ഈക്വൽ ആയിട്ട് കിട്ടുള്ളൂ. ബി ഡി സി എഫിന് ഈക്വൽ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്യാം. അപ്പോൾ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം എന്താണെന്നുള്ളത് നോക്കാം. ദ ലൈൻ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ്. അതായത് ഇവിടെ നമ്മൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ അതിന്റെ മിഡ് പോയിന്റിലൂടെ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ അത് പാരലൽ ടു തേർഡ് സൈഡ് ആണ്. ബൈസെക്ട് ദ തേർഡ് സൈഡ്, ഈ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ രണ്ട് മിഡ് പോയിന്റ് നിന്നാണ് ലൈൻ വരച്ചിട്ടുള്ളത്. ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ ഒരു ട്രയാങ്കിൾ എ ബി സിന്റെ മിഡ് പോയിന്റ്, ഈ മിഡ് പോയിന്റിൽ നിന്ന് ഒരു ലൈൻ ഈ ലൈനിന് പാരലായിട്ട്, അതായത് ബി സിക്ക് പാരലായിട്ട് വരികയാണെങ്കിൽ അത് തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. എ ഈക്വൽ ടു ഇ സി എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എ ഈക്വൽ ടു ഇ സി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പാരലാന്ന് തന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് പാരലാന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു, പക്ഷെ രണ്ട് മിഡ് പോയിന്റ് എന്നാണ് ലൈൻ വരഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു മിഡ് പോയിന്റ്, ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ഒരു മിഡ് പോയിന്റ് നിന്ന് രണ്ടാമത്തെ സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരയുന്നു, മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗിവൺ ട്രയാങ്കിൾ എ ബി സി, അതിൽ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. പിന്നെ എന്ത് പറയാ, നമുക്ക് ഡി ഇ പാരലൽ ടു ബി സി എന്നും കൂടി തന്നിട്ടുണ്ട്. ഡി ഇ പാരലൽ ടു ബി സി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ടു പ്രൂവ് എ ഈക്വൽ ടു ഇ സി, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കൺസ്ട്രക്ഷൻ. ഇനി അടുത്തത് പ്രൂഫിൽ നമ്മൾ കൺസ്ട്രക്ഷൻ. ഇത് നേരത്തെ പോലെ തന്നെ സി എഫ് പാരലൽ ടു എ ബി, നേരത്തെ ചെയ്ത അതേ തന്നെ. ഡി പ്രൊഡ്യൂസ്ഡ് ടു എഫ്. ഇത്രയും അറിയാം. നമുക്ക് എ ഈക്വൽ ടു ഇ സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ, ഈ ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് സി ഇ എഫ്, രണ്ട് ട്രയാങ്കിളിലും ഏതൊക്കെയാണ് ഈക്വൽ എന്ന് നോക്കാം നമുക്ക്. ഇവിടെ അതായത് ഡി ഇത് പാരലൽ ടു എ ബി നമ്മൾ വരഞ്ഞതും സി എഫ് എ ബിക്ക് പാരലായിട്ടാണ് വരഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്തായാലും ഈക്വൽ തന്നെ. അപ്പൊ ആംഗിൾ ഡി എ ഇ ഈക്വൽ ടു ആംഗിൾ എഫ് സി ഇ, അത് ഈക്വൽ. പിന്നെ ഒന്ന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് തന്നെ നമുക്ക് പറയാം. ആംഗിൾ എ ഇ ഡി ഈക്വൽ ടു ആംഗിൾ സി ഇ എഫ്. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് നമുക്ക് എന്ത് പറയാം, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. എ ബി പാരലൽ ടു സി എഫ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. എ ബി പാരലൽ ടു സി എഫ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. മറ്റൊന്ന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി നമുക്ക് ഇവിടെ സൈഡ് അറിയില്ല, ഇതിന് മിഡ് പോയിന്റിലാണെന്ന് തന്നിട്ടില്ല, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്താ അറിയാം, എ ഡി ഈക്വൽ ടു ഡി ബി ആണ്. അതുപോലെ നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്ത്, ഡി ബി എഫ് സി. മിഡ് പോയിന്റ് തിയറത്തിൽ ഇത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പാരലോഗ്രാം ആണെങ്കിൽ ഡി ബി എഫ് സിക്ക് ഈക്വൽ ആയിരിക്കും. ഡി ബി ഏതിന് ഈക്വൽ ആണ്, എ ഡിക്കും ഈക്വൽ ആണ്. അതായത് എ ഡി ഈക്വൽ ടു ഡി ബി ആണ്. ഡി ഈസ് ദ മിഡ് പോയിന്റ് ആണ്. അതുപോലെ ഡി ബി ഏതിന് ഈക്വൽ ആണ്, ഡി ബി ഈക്വൽ ടു സി എഫ് ആണ്. കാരണം ഡി ബി എഫ് സി ഈസ് എ പാരലോഗ്രാം. ഡി ബി എഫ് സി ഒരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ഡി ബി എഫ് സി ബൈ മിഡ് പോയിന്റ് തിയറത്തിൽ നിന്നാണ് നമുക്ക് അത് കിട്ടുന്നത്. ഡി ബി എഫ് സി ഒരു പാരലോഗ്രാം ആണെന്ന് കിട്ടി. ഡി ബി സി എഫിന് ഈക്വൽ ആണ്. ഡി ബി എ ഡിക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ഡി ഈക്വൽ ടു സി എഫ്. എ ഡി ഈക്വൽ ടു സി എഫ് ആയി. എ ഡി സി എഫിന് ഈക്വൽ ആണ്. അതിന്റെ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആയി. എ ഡി കോൺഗ്രന്റ് ടു സി ഇ എഫ് അല്ലെങ്കിൽ സി
CFE, ട്രയാങ്കിൾ CFE. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. ഏത് റൂളാണ്? AAS. രണ്ട് ആംഗിളും ഒരു സൈഡും ആണ് ഇതിൽ വരുന്നത്. AAS റൂളിൽ AD കോൺഗ്രുവന്റ് CFE. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. Therefore AE equal to EC. AE equal to EC by CP CT. Therefore E is the midpoint of, അങ്ങനെ ഈക്വൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? E is the midpoint of the reason is the midpoint of AC. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AC E എന്ന് പറയുന്നത് ACയുടെ മിഡ് പോയിന്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ് പ്രൂവ് ചെയ്തത്. അപ്പൊ AE ഈക്വൽ ടു EC എന്ന് കിട്ടി. അപ്പൊ therefore E is the midpoint of AC. അപ്പൊ പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. തേർഡ് സൈഡ് ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. AE ഈക്വൽ ടു EC. ഇതാണ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.